വയനാട് കമ്പമലയിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം. ഇന്ന് രാവിലെയാണ് 4 അംഗ സംഘം എത്തിയത്. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. അതെ, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. 40 കൊല്ലം ഇങ്ങനെയാണ്. നമ്മൾ നിങ്ങളോട് ജനങ്ങൾ സംഘടിക്കും, ഞങ്ങൾ ഏത് ടൗണിലേക്കും വരും, ഉറപ്പാണ്. പക്ഷെ അതേസമയം ജനങ്ങൾ സംഘടിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അതൊരു അങ്ങനെ ജനങ്ങൾ സംഘടിച്ച് ചോദിക്കാൻ തയ്യാറാവുന്ന പക്ഷം ഞങ്ങൾ തയ്യാറാ. നിങ്ങൾ വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, ആയുധധാരികളായ മാവോയിസ്റ്റുകളാണ് ഇപ്പോഴും ഈ വയനാട് മേഖലകളിൽ ഇപ്പോഴും ഇവരുടെ സജീവ സാന്നിധ്യമുണ്ടെന്ന് വെളിവാകുന്ന ദൃശ്യങ്ങൾ തന്നെയല്ലേ ഇത്? ഇതെങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തെത്തിയത്? എന്താണ് ഇതിൽ അധികൃതർ എടുക്കുന്ന നിലപാട്? മോത്തി, പോലീസ് പ്രദേശത്ത് കർശനമായ പരിശോധനയും തിരച്ചിലുമൊക്കെ നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഈ കമ്പമലയിൽ സായുധ സംഘം എത്തിയത്. 4 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. 4 പേരും മലയാളികളാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. മലപ്പുറം സ്വദേശിയായ CP മൊയ്തീനാണ് സംഘത്തിന്റെ നേതാവ്. കൽപ്പറ്റ സ്വദേശി സോമൻ, തൃശൂർ സ്വദേശിയായ ആഷിഖ് എന്നിവരും സംഘത്തിലുണ്ട്. തോക്കുധാരികളായാണ് ഇവർ എത്തിയത്. ഈ കമ്പമലയിൽ നേരത്തെയും മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായതാണ്. അവിടെ വനം വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള തേയിലത്തോട്ടമാണ്. ആ ഓഫീസൊക്കെ നേരത്തെ മാവോയിസ്റ്റ് സംഘം എത്തി അടിച്ചു തകർത്തതൊക്കെ വാർത്തയായിരുന്നു. ഇവിടെ ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് അഭയാർത്ഥികളായ തൊഴിലാളികളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇന്ന് പക്ഷേ മാവോയിസ്റ്റുകളോട് അവിടുത്തുകാർ ദേഷ്യപ്പെടുന്നത് ആ ദൃശ്യങ്ങളിലുണ്ട്. അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ പ്രചാരണം നടത്തുകയാണെങ്കിൽ ടൗണിലേക്ക് വരൂ എന്നൊക്കെ ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാം. എന്തായാലും 4 പേരും മക്കിമലയിലെ വനമേഖലയിലേക്കാണ് പോയത്. ഈ പ്രദേശം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ആറളം, കൊട്ടിയൂർ തുടങ്ങിയ വനമേഖലകളുമായി അതിർത്തിക്കുന്ന പ്രദേശമാണ്. കർണാടക വനത്തിലേക്കും വലിയ ദൂരമില്ല. അതുകൊണ്ട് തന്നെ ഈ വനമേഖലയാണ് കുറച്ചു കാലമായി ഈ മാവോയിസ്റ്റ് സംഘത്തിന്റെ താവളം.